DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ ഓണത്തിന് ഇനി 20-നടുത്ത് ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഈ ഓണക്കാലത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്ന 2 സഹായങ്ങളാണ്. 1 ക്ഷേമ പെൻഷനും 2 റേഷൻ കാർഡ് ഉടമകൾക്ക് കടകളിലൂടെയും സപ്ലൈകോയിലൂടെയും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഇവിടെയുള്ള ഉത്സവകാല ചിലവുകൾക്കായി വലിയൊരു കടമെടുപ്പിനാണ് സർക്കാർ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ഈ ഓണത്തിന് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുവാൻ പോകുന്നത്. 90 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായും കുറഞ്ഞ വിലയിലുമെല്ലാം ഭക്ഷ്യവിഹിതങ്ങളും ലഭിക്കും. ആർക്കൊക്കെ എന്തെല്ലാം ഏത് ദിവസങ്ങളിൽ ലഭിക്കുമെന്നതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇത്തവണത്തെ ഓണച്ചിലവുകൾക്കായി 19,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക കണക്കുകൂട്ടൽ. ഇതിനായി പല ഘട്ടങ്ങളിലായി വെട്ടിക്കുറച്ചതും എന്നാൽ അർഹതപ്പെട്ടതുമായ കടമെടുപ്പുകൾക്ക് കേന്ദ്രത്തിന്റെ അനുമതിക്കായി കേരളം സമീപിച്ചു കഴിഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണുകയും ചെയ്തു. കേന്ദ്രം കനിഞ്ഞാൽ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടിനത്തിലെ 3,323 കോടിയും ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ച 6,000 കോടിയും GSDP ക്രമീകരിച്ചതിൽ കുറവ് വന്ന 1,877 കോടിയും IGST ഇനത്തിൽ വെട്ടിക്കുറച്ച 965 കോടിയും ഉൾപ്പെടെ 12,000 കോടിയോളം വായ്പ എടുക്കുവാനുള്ള സാഹചര്യമൊരുങ്ങും. ബാക്കി തുക കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണച്ചിലവുകൾ മറികടക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. ഈ ഓണത്തിന് മുൻകാലങ്ങളിലെ പോലെ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്തായിരിക്കും വിതരണം ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഈ മാസത്തെ തനത് പെൻഷനോടൊപ്പം നിലവിൽ കുടിശ്ശിക ആയിരിക്കുന്ന 2 ഗഡു ക്ഷേമ പെൻഷനിൽ 1 ഗഡു കൂടി ചേർത്ത് 3,200 രൂപയായിട്ടായിരിക്കും ഈ ഓണക്കാലത്തും വിതരണം ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് 2 ഗഡു പെൻഷൻ ലഭിക്കുമ്പോൾ സർക്കാർ ധനസഹായമില്ലാതെ തന്നെ ക്ഷേമനിധി പെൻഷൻ നൽകുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവ ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ 2 ഗഡു പെൻഷനോ അല്ലെങ്കിൽ 1 ഗഡു പെൻഷനോ എങ്കിലും ഈ ഓണക്കാലത്ത് വിതരണം ഉണ്ടാകുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടാകുന്നതാണ്. 19-ാം തീയതി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഓണപ്പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. ഓണപ്പെൻഷൻ അക്കൗണ്ടിലും കൈകളിലും ഓണത്തിനു മുൻപേ തന്നെ എത്തിക്കേണ്ടതിനാൽ മാസത്തിന്റെ അവസാന ആഴ്ചയ്ക്ക് മുൻപായി തന്നെ ഇത്തവണത്തെ വിതരണം ഉണ്ടാകുന്നതാണ്. റേഷൻ കാർഡ് ഉടമകൾക്കും ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ഓണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ 6 കിലോ അരി ലഭിക്കുന്ന വെള്ളക്കാർഡിന് ഈ മാസം 15 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീലക്കാർഡിന് കഴിഞ്ഞ കുറെ മാസമായി 3 കിലോ സ്പെഷ്യൽ അരിയാണ് കിട്ടിയിരുന്നതെങ്കിൽ ഈ മാസം 10 കിലോയാണ് കാർഡിന് സ്പെഷ്യൽ അരിയായി ലഭിക്കുക. പിങ്ക് കാർഡിന് കേന്ദ്രത്തിന്റെ സൗജന്യ അരിയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ സംസ്ഥാനത്തിന്റെ വകയായ പിങ്ക് കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യമായി 14 ഇനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് 18 മുതൽ ഇതിന്റെ വിതരണം റേഷൻ കടകളിലൂടെ ആരംഭിക്കും. സപ്ലൈകോ വഴിയും സാധനങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാ കാർഡുകാർക്കും 29 രൂപയ്ക്ക് 8 കിലോ അരി സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് ഈ മാസവും തുടരും. കൂടാതെ ഓണമായതിനാൽ 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിലും ഓരോ കാർഡിനും നൽകുന്നുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണ 349 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഓണച്ചന്തകൾ എന്നിവയിലൂടെ ലഭിക്കുന്നതാണ്. കൂടുതൽ ആനുകൂല്യ വിതരണ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.